കോമൺ ആയിട്ട് കാണുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഡിപ്രഷനാണ്, വിഷാദ രോഗം. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ടേം ഇങ്ങനെ പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്, ഡിപ്രഷൻ, വിഷാദ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഡിപ്രഷൻ? എന്താ നമ്മൾ പറയും 2 ദിവസം വിഷമമുണ്ടെങ്കിൽ ചില ആൾ പറയും ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. അത് ഡിപ്രഷനാണോ? 2 ദിവസം വിഷമം 3 ദിവസം വിഷമമുണ്ട് നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് സങ്കടം, സാഡ്നെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡിസോർഡറാണ്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കുറേ കെമിക്കൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് ഡിപ്രഷൻ. അതൊരു രോഗാവസ്ഥയാണ്, നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ സങ്കടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് 2 ദിവസം ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമ്മളതുമായിട്ട് ഒത്തുപോയി അത് നമ്മൾ ഓവർകം ചെയ്ത് പോകും. പക്ഷേ ചിലവർക്ക് അത് പറ്റത്തില്ല. അപ്പം നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ അത് രോഗാവസ്ഥ എന്ന് പറയുന്നത് ഈ സങ്കടം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, പഠിക്കാൻ പറ്റായിക, പിന്നെ നമുക്കൊന്നിനും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മാർക്കൊക്കെ കുറഞ്ഞു വരുന്നു, ചുമ്മാ കൂട്ടുകാരുടെയൊക്കെ നമ്മളെ വഴക്കിടുന്നു, അവരൊക്കെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു തോന്നുന്നു. സാധാരണ നമ്മളെല്ലാവരും അവരോട് നമ്മൾ പോയി മിങ്കിൾ ചെയ്യും. ഇപ്പം നമുക്ക് തോന്നുന്നു അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കുറേ നെഗറ്റീവ് ചിന്തകൾ കുറേ വരുന്നു. നമ്മളെ കൊള്ളത്തില്ല, നമ്മളൊന്നിനും പറ്റത്തില്ല, നമ്മൾ എന്താ പറയുക, ആർക്കും നമ്മളെ വേണ്ട, ഇങ്ങനെയൊക്കെ പല ചിന്തകളൊക്കെ വരും. അതുവരെ ഒന്നും ഇല്ലാത്ത കുറേ ചിന്തകളൊക്കെ വരും. അപ്പം ഇങ്ങനെ കുറേ ഈ ചിന്തകൾ ഇത് മാറാതെ ഒരു 2 ആഴ്ച കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിതിനെ ഡിപ്രഷൻ എന്ന് പറയും, വിഷാദ രോഗം എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ചികിത്സിച്ച് അത്രയും നല്ലതാണ്. കാരണം അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോൾ എന്താവും? ഇതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേജ് എന്തുവാ? എൻ്റെ അവസാനത്തെ സ്റ്റേജ് എന്തുവാ? സൂയിസൈഡ്. നമുക്ക് ലാസ്റ്റ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കും, ആരും ശ്രദ്ധിക്കത്തുമില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പം ആൾ സൂയിസൈഡ് ചെയ്യും. ചിലപ്പോൾ നല്ല ഇതിനെപ്പറ്റി അറിയുന്ന ആളായിരിക്കും, ഇങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞ് നടന്ന ആളായിരിക്കും. ചിലപ്പോൾ ഇതിനെപ്പറ്റി സൂയിസൈഡിൽ ഒരു കാര്യമില്ല എന്നൊക്കെ അറിയുന്ന ആളായിരിക്കും. പക്ഷെ ലാസ്റ്റ് ആ രോഗാവസ്ഥ കാരണം അവരത് ചെയ്തു പോകും. കാരണം ആ രോഗം വരുമ്പോൾ അവർക്ക് അങ്ങനെ ആ ചിന്ത വന്നുകൊണ്ടിരിക്കും, മരിക്കണം. അത് ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് അവർക്ക് ഭയങ്കര അവരെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കും. അവരിനി അത് മറക്കാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ ആ ചിന്ത ഇങ്ങനെ വന്ന് അവരെ അലട്ടും. അപ്പം അത് ചെയ്യാതെ അവസാനം അവർക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ അവസാനം ആ സ്റ്റേജ് വരെ എത്തും. അപ്പോൾ നമ്മളെന്താ പറയുക, അതൊരു ബാക്കി രോഗങ്ങൾക്കൊക്കെ മരണം സംഭവിക്കുന്ന പോലെ തന്നെ ഡിപ്രഷനിലും സംഭവിക്കും. അപ്പം ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരണം സംഭവിക്കുന്നുണ്ട്, കിഡ്നിക്ക് അസുഖം വരുമ്പോൾ മരണം സംഭവിക്കുന്നുണ്ട്, ലിവറിന് അസുഖം വരുമ്പോൾ മരണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് രോഗം കൂടിയാലും മരണം സംഭവിക്കും. പക്ഷെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു.